ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ക്ലാസ്സിൽ സൈര്യലേപനം വഴി എന്താണ് സംഭവിക്കുന്നത് എന്നതാണ് നാം പഠിച്ചത്. സൈര്യലേപനം വഴി പരിശുദ്ധാത്മാവിൻ്റെ നിറവിലേക്ക് നാം നയിക്കപ്പെടുകയാണ് ചെയ്യുന്നത് എന്ന് നാം കണ്ടു. ഇന്ന് ആരാണ് പരിശുദ്ധാത്മാവ്, പരിശുദ്ധാത്മാവ് എന്താണ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ എല്ലാ ദിവസത്തെയും പ്രാർത്ഥനയിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ എന്ന് നാം ചൊല്ലാറുണ്ട്. പിതാവായ ദൈവത്തിലും പുത്രനായ ദൈവത്തിലും പരിശുദ്ധാത്മാവായ ദൈവത്തിലും ഞാൻ വിശ്വസിക്കുന്നു എന്നാണ് നാം ഇതുവഴി ഏറ്റുപറയുക. പിതാവിനെയും പുത്രനെയും പോലെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. പരിശുദ്ധാത്മാവിനെ ഒരു ശക്തിയായിട്ട് മാത്രം നാം കാണരുത്. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. ബൈബിളിനെ പുതിയ നിയമമെന്നും പഴയ നിയമമെന്നും രണ്ടായി തിരിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാമല്ലോ. ഏറ്റവും ലളിതമായിട്ട് പറഞ്ഞാൽ യേശുവിൻ്റെ വരവിന് മുമ്പുള്ള ഭാഗത്തെ പഴയ നിയമമെന്നും യേശുവിൻ്റെ വരവോടുകൂടിയ ഭാഗത്തെ പുതിയ നിയമമെന്നും നാം പറയുന്നു. പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 2-ാം വാക്യത്തിൽ ദൈവത്തിൻ്റെ ചൈതന്യം വെള്ളത്തിൻ്റെ മീതെ ചലിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നത്. പിന്നീട് നാം കാണുന്നത് ദൈവം തൻ്റെ ശുശ്രൂഷയ്ക്കായി തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ദൈവത്തിൻ്റെ ആത്മാവിനെ, അതായത് പരിശുദ്ധാത്മാവിനെ കൊടുക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. പ്രവാചകന്മാർക്കും പൂർവ്വപിതാക്കന്മാർക്കും ന്യായാധിപന്മാർക്കും രാജാക്കന്മാർക്കുമൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും ഇടപെടലിനെ കുറിച്ചും നമ്മൾ വ്യക്തമായിട്ട് പഴയ നിയമത്തിൽ കാണുന്നുണ്ട്. പഴയ നിയമത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികൾക്കാണ് പരിശുദ്ധാത്മാവിനെ നൽകിയതെങ്കിൽ പുതിയ നിയമത്തിൽ യേശുവിൻ്റെ കുരിശുമരണത്തോടെ എല്ലാവർക്കും പരിശുദ്ധാത്മാവിനെ നൽകുവാനായി ദൈവം തയ്യാറായി നിൽക്കുന്നതായിട്ടാണ് നാം കാണുന്നത്. ഇനി നമുക്ക് പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് എന്താണ് പറഞ്ഞതെന്ന് നോക്കാം. പുതിയ നിയമത്തിൽ പരിശുദ്ധ അമ്മ ഈശോയെ ഗർഭം ധരിക്കുന്നത് പരിശുദ്ധാത്മാവിലാണ് എന്ന് നാം വ്യക്തമായിട്ട് കാണുന്നുണ്ട്. യേശു ദൈവപുത്രനാണെന്ന് ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുന്നതും പരിശുദ്ധാത്മാവിലാണ്. ഈശോയുടെ ജ്ഞാനസ്നാന സമയത്ത് പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ ഇറങ്ങി വരുന്നതും ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് സ്വരം കേട്ടതായും വിശുദ്ധ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈശോ കുരിശുമരണം വരിക്കുന്നതിന് തൊട്ട് മുമ്പ് തൻ്റെ ശിഷ്യന്മാരോട് താൻ അനുഭവിക്കാൻ പോകുന്ന പീഡനത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും പിന്നീട് താൻ ഉയർത്തെഴുന്നേൽക്കും എന്നതിനെക്കുറിച്ചുമൊക്കെ അവരോട് പറഞ്ഞു. അപ്പോൾ ഈശോ മരിക്കുന്നു കേട്ടപ്പോൾ അവർക്ക് വലിയ സങ്കടമായി. അവർ സങ്കടപ്പെട്ടിരുന്നപ്പോൾ ഈശോ അവരോട് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം ദുഃഖപൂരിതമായിരിക്കുന്നു, എങ്കിലും സത്യം ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പോകുന്നത്. ഞാൻ പോകുന്നില്ലെങ്കിൽ സഹായകൻ നിങ്ങളുടെ അടുക്കലേക്ക് വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കലേക്ക് അയക്കും. യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം 6-7 തിരുവചനങ്ങളിലാണ് നമ്മളിപ്രകാരം കാണുന്നത്. അതായത് യേശു പോയതിന് ശേഷം യേശുവിനെ അനുഗമിക്കുന്നവരുടെ കൂടെ ആയിരിക്കാനും അവരെ പഠിപ്പിക്കാനുമൊക്കെയായിട്ട് അവരെ നയിക്കുവാനുമായിട്ട് അവിടുന്ന് പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്തു. യേശു പറഞ്ഞു, ഞാൻ നിങ്ങളെ അനാഥരായിട്ട് വിടുകയില്ല, എന്നേക്കും നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ നിങ്ങൾക്ക് തരും. പ്രിയപ്പെട്ട മക്കളെ, ഈ വാഗ്ദാനം സ്വീകരിക്കാനാണ് ഈശോ സ്വർഗാരോഹണത്തിന് തൊട്ടു മുമ്പ് നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുതെന്നും എൻ്റെ പിതാവിൻ്റെ കേട്ട വാഗ്ദാനത്തിനായിട്ട് നിങ്ങൾ കാത്തിരിക്കണമെന്ന് പറയുകയും അവർ 10 ദിവസം കാത്തിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ പെന്തക്കോസ്താ ദിനത്തിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് പുതിയ വ്യക്തികളായിട്ട് ഭയമെല്ലാം മാറി അവർ ധൈര്യത്തോടെ ലോകമെങ്ങും സുവിശേഷം പറയുന്നവരായിട്ട് മാറുന്നത്. അപ്പം പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകുന്നത് ഇന്ന് ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ മകനും മകളുമായിട്ട് ജീവിക്കാനായിട്ടുള്ള കൃപാവരം, നമ്മളെ നയിക്കാനായിട്ടുള്ള പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമാണ് ഇതുവഴി നമുക്ക് ലഭിക്കുക.
പരിശുദ്ധാത്മാവിനെ ഇപ്രകാരം പറയുമ്പോൾ ചിലരുടെയെങ്കിലും മനസ്സിൽ പരിശുദ്ധാത്മാവുണ്ടോ, ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്നൊക്കെയുള്ള ചിന്തകളുണ്ടാവാം. ഇപ്രകാരം ഉണ്ടാകുമെന്ന് യേശു മുൻകൂട്ടി കണ്ടുകൊണ്ട് അവിടുന്ന് പറഞ്ഞു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എൻ്റെ കൽപ്പനകൾ പാലിക്കും. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ ഒരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും. ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് സാധിക്കുകയില്ല, കാരണം അത് അവനെ അറിയുകയോ കാണുകയോ ചെയ്യുന്നില്ല. എന്നാൽ നിങ്ങൾ അവനെ അറിയുന്നു, കാരണം അവൻ നിങ്ങളോടൊത്ത് വസിക്കുന്നു, നിങ്ങളിൽ ആയിരിക്കുകയും ചെയ്യുന്നു. യോഹന്നാൻ 14, 15, 16 തിരുവചനങ്ങൾ. അതായത് വിശ്വാസത്തിൻ്റെ കണ്ണുകളിലൂടെ നോക്കിയാൽ മാത്രമേ നമുക്ക് പരിശുദ്ധാത്മാവിനെ മനസ്സിലാക്കാനും അനുഭവിക്കാനും കഴിയുക. ബുദ്ധിയിലൂടെ അത് മനസ്സിലാക്കാൻ കഴിയുകയില്ല. മക്കളെ ഒന്ന് ഓർത്ത് നോക്കിയേ, വിശുദ്ധ കുർബാനയ്ക്ക് നമ്മൾ അണയുമ്പോൾ അത് ഈശോയുടെ തിരുശരീരവും തിരുരക്തവുമായിട്ട് നമ്മൾക്ക് അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വിശ്വാസത്തിൻ്റെ കണ്ണുകളിലൂടെ കുർബാനയെ നമ്മൾക്ക് സമീപിക്കാൻ കഴിയണം. അല്ലാത്തവർക്ക് അത് വെറും ഒരു വെള്ള അപ്പം മാത്രമായിരിക്കും. ഇനി വിശുദ്ധ കുമ്പസാരത്തെക്കുറിച്ച് ചിന്തിച്ചേ. അവിടെയും വൈദികന സ്ഥാനത്ത് കർത്താവാണെന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ, അങ്ങനെ വിശ്വാസത്തിൽ ഏറ്റുപറയുന്ന വ്യക്തിയെ സംബന്ധിച്ചോളം കുമ്പസാരം കഴിയുമ്പോൾ അയാൾ ഒത്തിരി ഫ്രീ ആകും, ഒത്തിരി ആശ്വാസവും ധൈര്യവും കിട്ടും. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഇത് വെറും ഒരു ചടങ്ങായിട്ട് മാത്രം മാറുന്നു. മക്കളെ, നമുക്ക് നമ്മുടെ ബുദ്ധിയൊക്കെ താഴ്ത്തി വെച്ച് വിശ്വാസത്തിൻ്റെ കണ്ണുകളിലൂടെ പരിശുദ്ധാത്മാവിനെ മനസ്സിലാക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ആത്മാവിൻ്റെ വലിയൊരു അഭിഷേകം അതുവഴി നമുക്ക് ലഭിക്കും. നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യും. അതിനായിട്ട് എല്ലാ ദിവസവും നമുക്ക് അല്പസമയം ഏകാന്തതയിലിരുന്നിട്ട് പരിശുദ്ധാത്മാവിൻ്റെ നിറവിനായിട്ട് ദാഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും സന്തോഷവും അനുഭവിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ എല്ലാ ദിവസവും നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഒരു നയിക്കപ്പെടൽ അനുഭവിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്രകാരം സാധിക്കാൻ കർത്താവ് നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.